ഹലോ, നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഉലുവ ഉപയോഗിച്ചിട്ടുള്ള ഒരു ഹെയർ പാക്കാണ്. മുന്നേ നമ്മൾ ഉലുവ ഉപയോഗിച്ചിട്ടുള്ള പാക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ മുടി നന്നായിട്ട് വളരാനും മുടി കൊഴിച്ചിൽ മാറാനും താരൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനും ഒക്കെ ഒരുപാട് സഹായിക്കുന്നതാണ്. പിന്നെ അതുമാത്രമല്ല, നമ്മുടെ സ്കാൽപ്പൊക്കെ നല്ല ക്ലീൻ ആക്കിയിട്ട് വയ്ക്കും. നമ്മുടെ തലയോട്ടിയിലും മുടിയിലും ഒക്കെ ഉണ്ടാകുന്ന അഴുക്കുകളൊക്കെ കളയാനും ഒക്കെ സഹായിക്കുന്ന ഒരു പാക്കാണിത്. ഇതിൻ്റെ കൂടെ ഞാനൊരു ടോണറും കൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ടോണറും മുടി വളർച്ചയ്ക്കും മുടി കൊഴിച്ചിൽ മാറാനും ഒക്കെ സഹായിക്കും. ഉലുവ ഉപയോഗിച്ചിട്ടുള്ള പാക്ക് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ദിവസവും ഈ ഒരു പാക്ക് യൂസ് ചെയ്യേണ്ട. ദിവസവും യൂസ് ചെയ്ത് ചിലപ്പോൾ മുടി കുറച്ച് കൂടുതലായിട്ട് ഡ്രൈ ആയിപ്പോവും. അതുകൊണ്ട് ആഴ്ചയിൽ 1-2 ദിവസം മാത്രം യൂസ് ചെയ്താൽ മതി. അപ്പം ടോണർ ആണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ദിവസവും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ആ ഒരു അളവിൽ നിങ്ങൾ നേരത്തെ തന്നെ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ടോണറും പാക്കും ഒക്കെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനു മുമ്പായിട്ട് നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ടോണർ ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് നമുക്ക് വേണ്ടത് ഉലുവയാണ്. നമ്മുടെ എല്ലാവരുടെയും അടുക്കളയിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒന്നായിരിക്കും ഉലുവ. അതുകൊണ്ട് തന്നെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് നമ്മുടെ മുടി വളർത്തിയെടുക്കാനും മുടി കൊഴിച്ചിൽ കുറയ്ക്കാനും ഒക്കെ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിനായിട്ട് ആദ്യം തന്നെ വേണ്ടത് 2 സ്പൂൺ ഉലുവയാണ്. കഴുകി ഉണക്കിയെടുത്ത ഉലുവയാണെന്നുണ്ടെങ്കിൽ കഴുകേണ്ട കാര്യമില്ല. കഴുകാത്ത ഉലുവയാണെന്നുണ്ടെങ്കിൽ ഒന്ന് കഴുകി എടുത്തിട്ട് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. ഞാനിപ്പോൾ ഇവിടെ 2 സ്പൂൺ ഉലുവ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിലേക്ക് വേണ്ടത് കരിഞ്ജീരകമാണ്. നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുണ്ടാകും കരിഞ്ജീരകം. നമ്മുടെ സ്കിന്നിൻ്റെയും ഹെയറിൻ്റെയും ഒക്കെ ഒരുപാട് പ്രശ്നങ്ങൾ മാറ്റി തരാനൊക്കെ സഹായിക്കുന്നതാണ്. മുടി വളർച്ച നന്നായിട്ട് കൂട്ടുകയും ചെയ്യും. മുടി കൊഴിച്ചിൽ കുറയ്ക്കാനും നമ്മുടെ സ്കാൽപ്പ് നല്ല ഹെൽത്തി ആക്കി വയ്ക്കാനും ഒക്കെ കരിഞ്ജീരകം നല്ലതാണ്. അപ്പം ഉലുവ എടുത്തിട്ടുള്ള അതേ അളവിൽ തന്നെ നമുക്ക് കരിഞ്ജീരകവും എടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുതിർക്കാൻ വെക്കണം. അപ്പോൾ നമ്മൾ ഈ ഒരു പാക്കും ടോണറും ഒക്കെ തലേ ദിവസം തന്നെ ഉണ്ടാക്കി വെക്കണം. എങ്കിലേ പിറ്റേ ദിവസം യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനിവിടെ ഈ ഒരു കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് കുറച്ച് ദിവസത്തേക്ക് യൂസ് ചെയ്യാനുള്ള ടോണർ ഒന്നിച്ചുണ്ടാക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ അളവിൽ നിങ്ങൾക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് എത്രയാണോ ആവശ്യമുള്ളത് ആ ഒരു അളവിൽ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു രാത്രി മുഴുവനായിട്ട് ഇതിങ്ങനെ തന്നെ വയ്ക്കുക. പിറ്റേ ദിവസമാണ് നമ്മളിത് ടോണറും പാക്കും ഒക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഞാൻ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ ഇതിൽ പാകത്തിനുള്ള ആ ഒരു വെള്ളമേ ഉള്ളൂ. അപ്പം ഇനി ഞാനിതിൽ ടോണർ ഉണ്ടാക്കിയിട്ട് യൂസ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നില്ല. അപ്പം ഇത് കുതിർത്തെടുത്തിട്ടുള്ള ഈ ഒരു വെള്ളമാണ് നമ്മുടെ ടോണർ. അപ്പം ഈ ഒരു വെള്ളം നിങ്ങൾ അരിച്ചെടുത്തിട്ട് യൂസ് ചെയ്താൽ മതി. കുളിക്കുന്നതിൻ്റെ ഒക്കെ 1/2 മണിക്കൂർ മുന്നേ ആയിട്ട് ഈ ഒരു വെള്ളം തലയിൽ തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് മുടി കഴുകുക. അങ്ങനെയാണ് ടോണറായിട്ട് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിതിപ്പോൾ പാക്ക് ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുകയാണ്. അതുകൊണ്ട് ടോണറായിട്ട് എടുത്ത് വയ്ക്കുന്നത് കാണിക്കുന്നില്ല. അപ്പോൾ ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള ഉലുവയും കരിഞ്ജീരകവും പിന്നെ അതിൻ്റെ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഇനി ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തിളപ്പിച്ചാറിയ വെള്ളമോ അല്ലെങ്കിൽ കഞ്ഞിവെള്ളമോ ചേർത്തിട്ട് അരച്ചെടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇത്രയും അളവിൽ മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ എനിക്കിതിവിടെ നല്ലൊരു പേസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പണി കഴിഞ്ഞിട്ടില്ല. ഒരു കാര്യം കൂടെ ചെയ്യാനുണ്ട്. അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത് വലിയ ഉള്ളിയാണ്. വലിയ ഉള്ളിയുടെ നീരും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു വലിയ ഉള്ളി എടുക്കുക, അല്ലെങ്കിൽ ചെറിയ ഉള്ളി എടുക്കുക. തൊലിയൊക്കെ കളഞ്ഞിട്ട് കഴുകിയ ശേഷം ചെറിയ പീസായിട്ട് നിങ്ങൾ മുറിച്ചെടുത്തിട്ട് മിക്സിയിൽ വെള്ളമൊന്നും ചേർക്കാതെ അരച്ചിട്ട് അതിൻ്റെ നീര് മാത്രമായിട്ട് എടുക്കുക. വലിയ ഉള്ളിയുടെ നീര് നമ്മുടെ മുടി കൊഴിച്ചിൽ മാറാനൊക്കെ ഏറ്റവും നല്ലതാണ്. മുടി കൊഴിച്ചിലൊക്കെ പെട്ടെന്ന് മാറും. പുതിയ മുടികൾ വളർന്നു വരാൻ സഹായിക്കും. കൊഴിഞ്ഞു പോയ ഭാഗത്ത്, അതായത് കഷണ്ടിയൊക്കെ വന്ന് തുടങ്ങിയവർക്കാണെന്നുണ്ടെങ്കിൽ അവിടെ വരെ തുടർച്ചയായിട്ട് യൂസ് ചെയ്താൽ പുതിയ മുടികൾ വളരുന്നതാണ്.
അപ്പോൾ ഇത്രയും ഉള്ളിയുടെ ജ്യൂസ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഒരു പാക്കിലേക്ക് ഉള്ളിയുടെ ഈ ഒരു നീരും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ പാക്ക് റെഡിയായി. ഇനി നമുക്ക് ലാസ്റ്റായിട്ട് ഇതിലേക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഓയിൽ ചേർത്ത് കൊടുക്കാം. നിങ്ങൾ സ്ഥിരം യൂസ് ചെയ്യുന്ന എണ്ണ ചേർത്ത് കൊടുത്താലും മതി. ഇനി നിങ്ങളുടെ മുടി അത്യാവശ്യം നല്ല ഡ്രൈ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിലേക്ക് വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂളോ അല്ലെങ്കിൽ ബദാം ഓയിലോ ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത്. രണ്ടിലും വൈറ്റമിൻ ഇയുടെ കണ്ടൻ്റാണ് കൂടുതലായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ മുടിയുടെ ഡ്രൈനെസ് മാറ്റും, മുടി കൊഴിച്ചിൽ കുറയ്ക്കും, മുടി നന്നായിട്ട് വളരാനും ഒക്കെ സഹായിക്കും. അപ്പോൾ ഞാനിവിടെ ഇതിലേക്ക് ബദാം ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നല്ല ഡ്രൈ ആയിട്ടുള്ള മുടിയാണെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും കൂടെ മിക്സ് ആക്കിയിട്ടും യൂസ് ചെയ്യാവുന്നതാണ്. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തപ്പോൾ നമ്മുടെ പാക്കൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ സാധാരണ പാക്ക് യൂസ് ചെയ്യുന്ന പോലെ തന്നെയാണ്. കുളിക്കുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു പാക്ക് യൂസ് ചെയ്യാം. ഇതിലേക്ക് നിങ്ങൾ യൂസ് ചെയ്യുന്ന എണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ വേറെ സെപ്പറേറ്റ് ആയിട്ട് മുടിയിൽ എണ്ണ തേച്ച് കൊടുക്കേണ്ട കാര്യമില്ല. എണ്ണയൊന്നും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ഒന്ന് മുടിയിലൊക്കെ ഒന്ന് എണ്ണ തേച്ച് കൊടുക്കുക. നിങ്ങളുടെ തലയോട്ടിയിലും നന്നായിട്ട് തന്നെ എണ്ണ തേച്ച് കൊടുക്കുക. പിന്നെ നമ്മൾ ഉലുവ യൂസ് ചെയ്തുകൊണ്ട് തന്നെ മുടി ചിലപ്പം കുറച്ചും കൂടെ ഒന്ന് ഡ്രൈ ആക്കും. അപ്പോൾ അതില്ലാതിരിക്കാനാണ് എണ്ണ യൂസ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അതിനുശേഷം നിങ്ങൾ ഈ ഒരു പാക്ക് നിങ്ങളുടെ തലയോട്ടിയിലും നിങ്ങളുടെ മുടിയിലും ഒക്കെ നന്നായിട്ട് തന്നെ തേച്ച് കൊടുക്കുക. എന്നിട്ട് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. തണുപ്പ് തീരെ തലയ്ക്ക് പിടിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സമയമൊക്കെ വെച്ചിരുന്ന പ്രശ്നമാവുമെങ്കിൽ അവർ മാക്സിമം 10 മിനിറ്റൊക്കെ വെച്ചാൽ മതി. അപ്പോൾ ഈ ഒരു പാക്ക് അരമണിക്കൂർ വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ടൈം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. പിന്നെ ടൈം ഒരുപാട് കൂടിക്കഴിഞ്ഞാൽ അരമണിക്കൂറിൽ കൂടുതലായിട്ട് നിങ്ങൾ ഈ ഒരു പാക്ക് വെക്കാതിരിക്കാൻ നോക്കുക. കാരണം ഒരുപാടായിട്ട് ഡ്രൈ ആയി കഴിഞ്ഞാൽ ഉലുവയൊക്കെ നമ്മുടെ തലയിൽ നിന്ന് പോയി കിട്ടാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് മാക്സിമം പോയാൽ അരമണിക്കൂർ വരെ വെച്ചാൽ മതി. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇത് വാഷ് ചെയ്തെടുക്കുക. പിന്നെ ഈ ഒരു പാക്ക് എല്ലാ ദിവസവും യൂസ് ചെയ്യേണ്ട. ആഴ്ചയിൽ 2 ദിവസമൊക്കെ, മാക്സിമം പോയ ആഴ്ചയിൽ 2 ദിവസമൊക്കെ നിങ്ങൾ യൂസ് ചെയ്താൽ മതി. നമ്മുടെ മുടിക്ക് നല്ല കരുത്ത് കിട്ടാനും മുടി നന്നായിട്ട് വളരാനും മുടി കൊഴിച്ചിൽ മാറാനും ഒക്കെ സഹായിക്കുന്ന ഒരു പാക്കാണിത്. അതുപോലെ തന്നെ ടോണറും യൂസ് ചെയ്താൽ ഇതേ ഗുണങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും. ടോണർ പിന്നെ നിങ്ങൾക്ക് എല്ലാ ദിവസവും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്